ഭേദവുമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ നാടിൻ്റെ മുഴുവൻ അഭിമാനമായിരുന്ന വിവേകം സഹോദരിക്ക് മുതലുള്ള ജീവിതത്തിന് എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട ആർക്കും ഹൃദയത്തിന് വേദനയോടെ അല്ലാതെ ഓർക്കുവാനായിട്ട് സാധ്യമല്ല. ജീവിച്ചിരിക്കുന്ന അനേകം ആൾക്കാർ ആശുപത്രികളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ വേദനയോടെ കഴിയുന്നു. ഇനി നമുക്ക് ചെയ്യുവാനായിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്ഥാനം എല്ലാവരും ഒന്നിച്ച് അവർക്ക് ആവുന്ന നല്ല ജീവിതം നയിക്കുവാനായിട്ടുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സഭയുടെ ഭാഗത്തു നിന്ന്, ഭാരതസഭയുടെയും കേരളസഭയുടെയും ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ സമ്പൂർണമായ പിന്തുണ ഗവൺമെൻറ്റിന് അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേത് ജില്ല ഇപ്പോൾ തന്നെ 85 ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തിൻ്റെ ആത്മത്തിൽ ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും എത്തിക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കും. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെയും പൊതുപ്രവർത്തകരുടെയും സന്നദ്ധപ്രവർത്തകരെയും ഈ ജീവിക്കുന്ന മക്കൾക്ക് നല്ല സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ടുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. മനുഷ്യവായ പ്രാർത്ഥനകൾ നോക്കി നമ്മളോട് ചൂരൽമല ഉരുൾപൊട്ടലിൽ അശരണരെയും ആകുലരെയും ചേർത്ത് പിടിച്ച് ബത്തേരി രൂപതയുടെ സാമൂഹിക ക്ഷേമ വിഭാഗമായ ശ്രേയസ്. വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല പ്രദേശങ്ങളിൽ ജൂലൈ മാസം 30-ാം തീയതി വെളുപ്പിന് 2 മണിക്ക് ലോകമനസാക്ഷിയെ ഞെട്ടിച്ച കൊടിയ ദുരന്തം കവർന്നെടുത്തത് 300-ലധികം മനുഷ്യജീവനുകളെ. സ്ത്രീകൾ, നവജാത ശിശുക്കൾ, കുട്ടികൾ, പ്രായമായവർ തുടങ്ങി വളർത്തുമൃഗങ്ങളെയും ഉരുൾ കവർന്നെടുത്തു. ആദ്യം ഈ വിവരം ലോകത്തെ അറിയിച്ച നീതു എന്ന പെൺകുട്ടിയുടെ ചലനമറ്റ മൃതദേഹവും കണ്ടുകിട്ടി. ദുരന്തസ്ഥലത്ത് നിന്നും 36 കിലോമീറ്റർ അകലെ
പോത്തുകൽ പഞ്ചായത്തിൽ നിന്നു മാത്രം കണ്ടെടുത്തത് 60-ലധികം മൃതദേഹങ്ങൾ തിരിച്ചറിയാനാവാത്ത ശരീരഭാഗങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറി പാർത്തവരുടെ പിന്മുറക്കാർ അത്യധ്വാനം കൊണ്ട് പൊന്നു വിളയിച്ച ഭൂമിയും തേയിലത്തോട്ടവും നിമിഷം കൊണ്ട് കവർന്നെടുത്തപ്പോൾ 2 ഗ്രാമങ്ങൾ ഏതാണ്ട് നാമാവശേഷമായി. ദുരന്തത്തിൻ്റെ ആഘാതവും വ്യാപ്തിയും അറിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ദുരന്തമേഖലയിൽ പാഞ്ഞെത്താൻ ബത്തേരി രൂപതയുടെ സാമൂഹ്യ ക്ഷേമ വിഭാഗമായ ശ്രേയസിൻ്റെ അംഗങ്ങൾക്കും എനിക്കും സാധിച്ചു. രക്ഷാപ്രവർത്തകർക്ക് വേണ്ട സഹായങ്ങൾ നൽകിയും ഡ്രോൺ ഉപയോഗിച്ച് ദുരന്തമേഖലകളിലെ നേർക്കാഴ്ചകൾ ഒപ്പിയെടുത്ത് ജില്ലാ ഭരണകൂടത്തിനും മാധ്യമങ്ങൾക്കും നൽകുന്നതോടൊപ്പം ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ചും 1-ാം ദിവസം പ്രവർത്തിച്ചതിൻ്റെ തുടർച്ചയായി തുടർന്നുള്ള ദിവസങ്ങളിലും ദുരന്തമേഖലയിൽ സജീവമായി. ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, വയനാട് ജില്ലാ IAG കൺവീനർ എന്ന നിലയിൽ ജില്ല മുഴുവനുമുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതോടൊപ്പം ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിൽ കൂടുതൽ സമയം പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. ശ്രേയസ് വഴി ചെയ്ത ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ. ടാസ്ക് ഫോഴ്സ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം അറിയിച്ച് ശ്രേയസ് ടാസ്ക് ഫോഴ്സ്. 300 അംഗങ്ങളാണ് വയനാട് ജില്ലയിലെ വിവിധ ക്യാമ്പുകളിൽ സേവനം ചെയ്യുക. ചൂരൽമല പ്രദേശങ്ങളിൽ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ അധ്വാനിക്കുന്ന ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർക്ക് കഴിഞ്ഞ 4 ദിവസമായി ചൂട് ചായയും ലഘുഭക്ഷണവും നൽകി വരുന്നു. ഇതിൽ 15 അംഗ ടീം പ്രവർത്തിക്കുന്നുണ്ട്. അവശ്യ സാധനങ്ങളുടെ വിതരണം. വിവിധ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ ദിനംപ്രതി ശ്രേയസ് സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചു നൽകുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ, ഭക്ഷ്യേതര വസ്തുക്കൾ, സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ് എന്നിവർക്കുള്ള ഗംബൂട്ട്, റെയിൻകോട്ട്, മരുന്നുകൾ, പ്രഥമ ശുശ്രൂഷ മരുന്നുകൾ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർക്കുള്ള ആഹാരങ്ങൾ, വസ്ത്രങ്ങൾ, ശുചീകരണ വസ്തുക്കൾ തുടങ്ങി എല്ലാ അവശ്യ സാധനങ്ങളും നൽകുന്നു. ഈ പ്രവർത്തനങ്ങൾക്കായി 80 അംഗ ശ്രേയസ് സന്നദ്ധ പ്രവർത്തകർ ശുശ്രൂഷ ചെയ്തു വരുന്നു. കൗൺസിലിംഗ് സപ്പോർട്ട്. പ്രകൃതി ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ, ഭർത്താവ്, മക്കൾ, ഭാര്യ, സഹോദരി, സഹോദരങ്ങൾ, അച്ഛൻ, അമ്മ, മറ്റ് ബന്ധുമിത്രാദികൾ എന്നിവർ നഷ്ടപ്പെട്ടവർക്കുള്ള മാനസിക പിൻബലം നൽകി തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിനായി രൂപതയിലെ സിസ്റ്റേഴ്സ്, വൈദികർ, വൈദിക വിദ്യാർത്ഥികൾ, ശ്രേയസ് പ്രൊഫഷണൽ സ്റ്റാഫ് അംഗങ്ങൾ, MCYM സുഹൃത്തുക്കൾ എന്നിവർ കൗൺസിലിങ്ങിനായി 9ഓളം ക്യാമ്പുകളിൽ പ്രവർത്തിച്ചു വരുന്നു. മറ്റ് വികസന ഏജൻസികളുമായി കൈകോർക്കൽ. തിരുവല്ല രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി, എറണാകുളം വെൽഫെയർ സൊസൈറ്റി എന്നിവർ വിവിധ ക്യാമ്പുകളിൽ നൽകാനായി 2 ട്രക്ക് അവശ്യ വസ്തുക്കൾ നൽകുകയും അത് യഥാസമയം വിവിധ ക്യാമ്പുകളിൽ എത്തിക്കുകയും ചെയ്തു വരുന്നു. വിവിധ ഏജൻസികൾ ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിവിധ ഏജൻസികളുമായി കൈകോർക്കൽ. ഇന്ത്യയിലെ വിവിധ വികസന ഏജൻസികളുമായി കൈകോർത്തുകൊണ്ട് ദുരന്തബാധിതർക്ക് പുനരുജ്ജീവന പദ്ധതികൾ ആവിഷ്കരിക്കാൻ അടിസ്ഥാന സൗകര്യ വികസനം, ജീവനോപാധി പരിപോഷണം, വിവിധ പദ്ധതികൾ തയ്യാറാക്കി 12 ഏജൻസികൾക്ക് നൽകുകയും ആവശ്യാനുസരണം പദ്ധതി റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. റെസ്ക്യൂ ഓപ്പറേഷൻ. തദ്ദേശ സന്നദ്ധ പ്രവർത്തകർ, മിലിറ്ററി, ഫയർഫോഴ്സ് തുടങ്ങിയവർക്കൊപ്പം മൃതശരീരങ്ങൾ കണ്ടെത്തുന്നതിനും ജീവൻ്റെ തുടിപ്പുള്ളവരെ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കുന്ന കഠിന പ്രവർത്തനത്തിൽ ഏറ്റവും അധികം അധ്വാനിക്കുന്ന ശ്രേയസിൻ്റെ യൂണിറ്റിലെ ടീമംഗങ്ങളാണ്. 22 മൃതശരീരങ്ങൾ കണ്ടെത്തുവാനും 3 പേരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും സാധിച്ചിട്ടുണ്ട്. ശ്രേയസിൻ്റെ കേന്ദ്ര മേഖലാ പ്രവർത്തകർ ഈ ഉദ്യമങ്ങളിൽ കഴിഞ്ഞ 5 ദിവസമായി 24 മണിക്കൂർ എന്ന തോതിൽ പ്രവർത്തിച്ചു വരുന്നു. ക്യാമ്പ് അവസാനത്തോടെ കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം, ജീവനോപാധി പരിപോഷണം, കൗൺസിലിംഗ് എന്നിവ നടപ്പിലാക്കാൻ ശ്രേയസ് തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ ശ്രേയസ് മുൻനിരയിലുണ്ട്. എല്ലാവിധ പിന്തുണയും നൽകുന്ന അഭിവന്ദ്യ പിതാവ് ദുരന്ത മേഖല സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ആശ്വാസ നടപടികൾ പ്രഖ്യാപിച്ചതും എടുത്തു പറയേണ്ട ഒന്നാണ്. കൂടാതെ ശ്രേയസ് പ്രസിഡന്റ് മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ കീഴ്പള്ളിയിൽ കൊറോപ്പിസ്കോ അപ്പച്ചൻ, ബഹുമാനപ്പെട്ട വൈദികർ, സന്യസ്തർ, അൽമായ സുഹൃത്തുക്കൾ, MCYM സുഹൃത്തുക്കൾ, ശ്രേയസ് കുടുംബാംഗങ്ങൾ എന്നിവരുടെ പൂർണ്ണ പിന്തുണ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കുന്നുണ്ട്. ഇനിയും ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങളിൽ, ശുശ്രൂഷകളിൽ നമുക്ക് പങ്കാളികളാകാം. കൈകോർത്ത് നാടിൻ്റെ വികസനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് എത്രയും സ്നേഹത്തോടെ ബത്തേരി രൂപതയുടെ സാമൂഹിക ക്ഷേമ വിഭാഗമായ ശ്രേയസിൻ്റെ ഡയറക്ടർ ഫാദർ ഡേവിഡ്